ഇതെന്താണ് എല്ലാരും മരണ വീട്ടിൽ നിക്കണ പോലെ നിക്കണേ? പിന്നെ എങ്ങനെ നിക്കണം മോനെ? ഓ, എന്നാലും ഇത് വല്ലാത്തൊരു ടേസ്റ്റ് ആയി പോയി. ആ ശിവാനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേ. യവനെ അളിയ, എങ്ങനെയുണ്ട് നിന്റെ തിമിംഗലം ബിസിനസ് മാഗ്നറ്റ്? തിമിംഗലത്തിന്റെ തേങ്ങ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല എന്റെ പൊന്നളിയാ. അവന് 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 റൂമിന് വിട്ട് പോരണവന് വിട്ട് അവന്റെ ബൊക്കെ തട്ടണമെന്ന്. എന്താ പിന്നെ എന്റെ റൂമില് സ്മെല്ലാണ്, ചൂടുവെള്ളം വേണം. ഈ ശാമ്പ്രാണി തിരി കത്തിച്ച് വെക്കേ റൂമില്. കത്തിച്ച് വെക്കടാ. കത്തിച്ച് വെക്കണുണ്ട്, ഞാൻ വെക്കണുണ്ട്. അളിയ, ഞാനൊന്നും പറഞ്ഞൂടാ, അവൻ നമ്മുടെ ഗസ്റ്റ് ആണ്. പല പ്രതിസന്ധി വരും. നമ്മൾ എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് റൺ ചെയ്യണം? டேய் நம்ம ஃபுட் கொடுக்க வேண்டாமா? என்ன நீங்க எல்லாரும் என்ன முறைச்சு பாக்குறீங்க? நான் என்னோட டியூட்டி சொன்னேன். கெஸ்ட் தானே, கரெக்ட் டைமுக்கு சாப்பாடு கொடுக்கணும்ல. പിന്നെ അളിയ, നീ തന്നെ ഈ സാറിന്റെ എല്ലാ കാര്യവും നോക്കണം കേട്ടോ. ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അവൻ എടുത്തുകൊണ്ട് പാറോടെ കളഞ്ഞല്ല. എടാ, സഹിച്ചേ പറ്റൂ, ഗസ്റ്റ് അല്ലേ. നിനക്കവൻ പിന്നെ ടിപ്പ് തന്നാടാ. തന്ന് എങ്ങനെ മനസ്സിലായി? ഊഹിക്കാലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇങ്ങനെ ടിപ്പുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നാലും നിന്റെ ഒരു ഗതികേടെ അവന്റെ കയ്യിൽ നിന്ന് ടിപ്പൊക്കെ മേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ഇച്ചിരി ശോകമാണ്. എവനെ കൊന്നാലും വേണ്ടില്ലേ ഞാൻ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? എനിക്ക് ഫുഡ് തരാൻ. ആംഗ്രി. അങ്ക്രീന് നേരെ പറയാറിയാത്ത വേട്ടാവളിന്റെ കയ്യിൽ നിന്നാണല്ലോ ദൈവമേ ഞാൻ ടിപ്പ് മേടിച്ചു. എന്തുവാടാ പറഞ്ഞേ? അവന് വിശക്കണമെന്ന്. അളിയാ, ഞാൻ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ടത് നീ ചെയ്. ഹലോ, ആംഗ്രി. കൊണ്ടുവരുന്നുണ്ട് സാർ. ആ, ഫുഡ് റെഡി. ജസ്റ്റ് മിനിറ്റ്. ജസ്റ്റ് മിനിറ്റ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്താ സാധിക്കണ്ടേ? എന്തേ കൊള്ളൂലേ? ഷിബു സാറേ, സാറിട്ടിരിക്കുന്ന ചെരുപ്പേ എന്റെയാ. വെറുതെ അല്ല, ഒരു വള്ളം പോലെ ഇരിക്കുന്നു. ഞാൻ ചെരുപ്പെടുക്കാൻ മറന്നുവേണ്ട, പോകുമ്പോ തിരിച്ചുതരാം. മാനേജർ, ഞാൻ തന്ന മനു ഒക്കെ റെഡിയല്ലേ? നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു മനുവല്ല മെനു ഒന്ന്. ഞാൻ പറഞ്ഞ ഫുഡൊക്കെ റെഡി ആയില്ലേ? ഫുഡൊക്കെ റെഡി. സാറി നല്ല മണം. കനകാന്റി ഉണ്ടാക്കിയതാ അല്ലേ? ഹോംലി ഫുഡല്ലേ? ആണെങ്കിൽ ആണെങ്കിൽ കനകാന്റിക്ക് ഒരു കാര്യമുണ്ടല്ലേ? എന്താ ടിപ്പ്? ആ മണം കേട്ടപ്പോഴേ വിചാരിച്ചു കനകാന്റി ഉണ്ടാക്കിയത്. പിടിക്കൂ, മടിച്ചിരിക്കണ്ട. എന്റെ നല്ല പൂത്ത പൈസ അല്ലേ, പിടിക്കൂ. കടയിൽ നിന്ന് മേടിച്ചേടാ. കട എന്നാലും കുഴപ്പമില്ല, പിടിച്ചോളൂ. ഞാൻ മനസ്സറിഞ്ഞ് തരുന്നല്ലേ, വാങ്ങിച്ചോളൂ. നല്ല ഫുഡാ. കീപ് അമ്മുമ്മേ, സുഖമല്ലേ? അല്ല, ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നേ? ഓ, ശിവാനിക്കുട്ടി ഉറങ്ങുന്ന ഇവിടെ ആയിരിക്കും അല്ലേ? അതെ അതെ. അതെ അമ്മുമ്മേ, വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ ഒരാൾ മാത്രം അങ്ങനെ മാറിക്കിടന്ന് ഉറങ്ങുന്നത് ശരിയാണോ? അല്ല, ശരിയാണോ? ആണോ? അല്ല, അമ്മുക്കുട്ടി കിടിലല്ലേ, അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. ഓ, ആയിക്കോട്ടെ. ശരി ശരി.
അപ്പൊ ഇതാണ് നമ്മളെ ഫുഡ് അല്ലേ മാനേജർ? അതെ 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 അതെ. എല്ലാരും ഇരിക്കാം, നമുക്ക് കഴിക്കാം. ഒറ്റ പ്ലേറ്റ് വേണം. ഞാൻ പറഞ്ഞതാണോ എല്ലാരും കൂടെ ഒന്നിച്ചിന്ന് കഴിക്കാന്ന്? കുഴപ്പമില്ല സാർ, നമ്മൾ പിന്നെ കഴിച്ചോളാം. സാർ ഇരി. അല്ലെ, എന്റെ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിന്ന് കഴിക്കാന്നായിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹം നമ്മൾ കുറച്ച് കഴിഞ്ഞ് മാറി ഇരുന്ന് കഴിക്കാം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഗ്ലാസ് ഔട്ട് ഇരിക്കട്ടെ. മാനേജർ കൈ മടക്കൂ. കൈ ഓടിക്കാനല്ല, കൈ മടക്കാൻ. മടക്കാം. മതി 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 മടക്കിയത് മതിയേ. ഇത് ചിക്കൻ കറി, ഇത് പൊറോട്ട, ഇതെന്താ ബീട്രൂട്ട് ജ്യൂസോ? കളർ കണ്ടപ്പോ. ഓക്കെ, അപ്പം ഒരെണ്ണത്തിൽ തുടങ്ങാം അല്ലേ? ഞാനാണോ സെർവ് ചെയ്യേണ്ടത്? നിങ്ങളല്ലേ സെർവ് ചെയ്യേണ്ടത്? മാനേജർ സെർവ് ചെയ്യൂ. ഞാൻ സെർവ് ചെയ്യണം. അതെ അതെ അതെ. ഇങ്ങനെയാണ് മടക്കി വെക്കൂ. ഒരെണ്ണം മതി. മടക്കി. ഓക്കെ. ഒരെണ്ണം കഴിച്ച്. ഇതെന്താ അത്തപ്പൂക്കളോ? സാർ ഞങ്ങളുടെ ഡിസൈനാ. ഓക്കെ ഓക്കെ ഓക്കെ. ചിക്കൻ കറി. ചിക്കൻ കറി ആവട്ടെ. തട്ടിക്കളെ റേവ. അയ്യോ, രാത്രിത്തേക്ക് നിനക്കെന്താ കഴിക്കാൻ വേണ്ട? അല്ല, സാറിനെ രാത്രി ഡിന്നർ എന്താ കഴിക്കാൻ വേണ്ടേന്ന്? സാറിന് വേണ്ട ഫുഡിന്റെ ലിസ്റ്റ് സാറ് നേരത്തെ തന്നിട്ടുണ്ട് അല്ലേ സാറേ? ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാതെ അച്ഛൻ വെള്ളം ഇതിലോട്ട് ഒഴി കുടിക്കട്ടെ. മതി 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 മതി, കുറച്ച് വെള്ളം മതി. ഇത്രയും കഴിക്കട്ടെ. കൊല്ലാൻ നോക്കുന്നുള്ള സാർ അല്ല കുഴപ്പമില്ലല്ലോ. ഇല്ല. നല്ല സൂപ്പർ ഫുഡ്, അടിപൊളി. അപ്പൊ എനിക്ക് മതി, ഞാൻ ഇരിക്കട്ടെ. സാർ എങ്ങോട്ട് പോണ്? കിടക്കാൻ. അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല സാർ, അവിടെ ഇരി. ഇവിടെ ഒരു റൂളുണ്ട്. എന്ത് റൂള്? റൂളുണ്ട്. എന്താ മാനേജർ? അളിയാ, ഇവിടെ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, സാറിന് മാത്രം കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ. അതുകൊണ്ട് സാറ് മൊത്തം കഴിച്ചിട്ടെ എണീറ്റാ മതി. മൊത്തം എനിക്ക് വേണ്ട, ഇനി വയറ് നിറഞ്ഞില്ലേ? മതി. അയ്യോ സാറേ, ഇവിടുത്തെ റൂളാ, മൊത്തം കഴിച്ചിട്ട് എണീക്കാവുള്ളൂ. വയറും വിത്തല്ലോ ഇനിയിപ്പോ. സാറേ, റൂൾ ഈസ് റൂൾ സാറേ, കഴിച്ചേ പറ്റുള്ളൂ. നീ മതി, കഴിച്ചേ പറ്റുള്ളൂ. അളിയാ, സാറ് കഴിക്കണം. സാറ് കഴിക്കില്ലേ? കഴിക്കാം. ഇത് മതി മതി മതി, ഇത് മതി. ഇത് കഴിച്ചാ മതിയല്ലോ. ഇത് കഴിച്ചാ പോരല്ലോ, പിന്നെ ഇതും കഴിക്കണം. ചേച്ചി, ബാക്കി എത്ര ഇരിക്കണ ഇനി പൊറോട്ട? ഒരു 10-12 കാണും. 12. ഇത് കഴിച്ചു കഴിയുമ്പോ സാർ അതിലോട്ട് വരും. സാറ് പീസ് കഴിക്കണേ. ഇത് മതി മതി. ബാക്കി ചിക്കൻ കറി ഇനി ഇരിപ്പുണ്ട്. എന്തിനു കുളിക്കാനാ? കഴിക്കാൻ. ഗസ്റ്റ് കഴിക്കാണ്ട് സാറ് ഇവിടെ നിന്ന് എണീക്കില്ല. കഴിക്കാം. എന്താടാ അവൻ അയ്യപ്പടാ. അളിയാ, അവനുണ്ടല്ലോ, അവൻ ആ ശിവു, അവനെ ഞാൻ വല്ലതും ചെയ്യും. ആ വേട്ട അവനെ ഇപ്പൊ എന്റെ അടുത്ത് എന്തോ പറഞ്ഞെന്ന് അറിയൂ? അവന് കുളിക്കണം, ഞാൻ വെള്ളം തിളപ്പിച്ചു കൊടുക്കണോന്ന്. പിന്നെ കൊടുക്കണ്ടേ, അവൻ നമ്മുടെ ഗസ്റ്റ് അല്ലടാ. വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടേ താറാന ചൂടുവെള്ളത്തിൽ മുക്കി എടുക്കുമ്പോൾ എടുക്കും ഞാൻ. അളിയാ, ഇനി അവനിവിടെ നിർത്താൻ പറ്റൂല. അവൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവനെ ഞാൻ കൊല്ലും. അളിയാ, അങ്ങനെയാണെങ്കിലേ ഒരു പരിപാടി ഉണ്ട്. ഇച്ചിരി തറ പരിപാടിയാ. അവൻ അതൊക്കെ മതി.
ഉം? ഉം.